മാന്യ സദസ്സിന് നമസ്കാരം. ആദരണീയരായ അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിനം. പ്രകൃതിയും മനുഷ്യരും ഈശ്വര ചൈതന്യവും സമ്മേളിക്കുന്ന ഒരു അവസ്ഥയിലാണ് ജീവിതം മംഗളപൂർണമായി തീരുന്നത് എന്ന് ഭാരതീയ ദർശനം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ഇന്ന് ഈ ഒരു ബന്ധം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. സ്വാർത്ഥത നിറഞ്ഞ വികസന ആസൂത്രണം ഇന്ന് നമ്മുടെ പരിസരം മലിനമാക്കിക്കൊണ്ടിരിക്കുന്നു. ഫാക്ടറികളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും തുപ്പുന്ന വിഷപ്പുകകൾ ഇന്ന് നമ്മുടെ അന്തരീക്ഷത്തെ മലിനമാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ വിഷവസ്തുക്കൾ ശ്വസിച്ച് മാനവരായി നമുക്കിന്ന് പലതരത്തിലുള്ള രോഗങ്ങൾ പിടിക്കപ്പെട്ടിരിക്കുന്നു. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡുകളുടെ വർധനവ് കാരണം അമിതമായ ചൂടിലേക്കും ഇത് വഴിതെളിയിക്കുന്നു. റെഫ്രിജറേറ്ററുകളിൽ നിന്നും എയർ കണ്ടീഷനിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ ഇന്ന് നമ്മുടെ ഓസോൺ കവചത്തെ നശിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. മാരകമായ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന കവചമാണ് ഓസോൺ പാളികൾ. ജീവൻ നിലനിർത്തുവാൻ വായുവിനെ പോലെ തന്നെ ആവശ്യമായ ഘടകമാണ് വെള്ളം. എന്നാൽ ശുദ്ധജലം എന്ന് വെറും സങ്കല്പങ്ങളിൽ മാത്രമായി കൊണ്ടിരിക്കുന്നു. ഫാക്ടറികളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങളിൽ നദികളെയും സമുദ്രങ്ങളെയും വിഷമയമാക്കുന്നു. അപകടകാരികളായ മെർക്കുറി, കാഡ്മിയം, സയനൈഡുകൾ, ആഴ്സനി പോലുള്ള വസ്തുക്കൾ ജലത്തിൽ ലയിച്ചു ചേരുന്നത് മൂലം ഇന്ന് മാനവകുലത്തിന് പലതരത്തിലുള്ള രോഗങ്ങളും പിടിക്കപ്പെട്ടു കഴിഞ്ഞു. ഇതുമൂലം ഒട്ടനവധി ജലജീവികൾ നാശത്തിന്റെ വക്കിലാണ്. വെള്ളം കെട്ടിനിൽക്കുന്ന പ്രദേശങ്ങൾ നികത്തുന്നതും രാസവളങ്ങൾ പ്രയോഗിക്കുന്നതുമെല്ലാം ഭൂമിയുടെ ജലസംഭരണ ശേഷിയെയും സാരമായി ബാധിക്കും. വനനശീകരണമാണ് പരിസ്ഥിതി നാശത്തിലേക്ക് വഴിതെളിയിക്കുന്ന മറ്റൊരു വിപത്ത്. വനനശീകരണം സൃഷ്ടിക്കുന്ന മണ്ണൊലിപ്പ് കൃഷിയെ സാരമായി തന്നെ ബാധിക്കുന്നു. വനഭൂമികൾ കയ്യേറി അവിടെ ഫ്ളാറ്റുകളും റിസോർട്ടുകളും കെട്ടിപ്പൊക്കുമ്പോൾ വരാനുള്ള തലമുറയുടെ നാശത്തിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. ഇത്തരത്തിൽ ചുറ്റുപാടിനെ സർവത്ര വിഷമയമാക്കിയിരിക്കുകയാണ് മനുഷ്യർ. വികസനത്തിനായുള്ള മനുഷ്യന്റെ കുതിപ്പിനിടയിലെ ഒരു പിഴവാണിത്. പക്ഷേ ഇതുയർത്തുന്ന ഭീഷണി എത്രമാത്രം മാരകമാണെന്ന് വിസ്മരിക്കുവാൻ പാടില്ല. നമ്മുടെ തലമുറയായിരിക്കും ഇത് അനുഭവിക്കേണ്ടി വരിക. മലിനീകരണം കുറയ്ക്കുവാനുള്ള നിരവധി സംവിധാനങ്ങൾ ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇവയെല്ലാം പൂർണ്ണമായും ഫലപ്രദമല്ല. എന്നാൽ പരിസര മലിനീകരണം കുറയ്ക്കുവാൻ വേണ്ടിയുള്ള ഒരുപാട് നിയമങ്ങൾ നമ്മുടെ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ കൃത്യമായി അനുസരിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചും പ്രകൃതിയെ സംരക്ഷിച്ചും മലിനീകരണം കുറച്ച് നമുക്ക് പ്രകൃതിയെ സ്വർഗതുല്യമാക്കാം. അതിനായി നമുക്ക് പ്രതിജ്ഞയെടുക്കാം. നന്ദി, നമസ്കാരം.